കോട്ടയം രൂപതയിലെ വംശീയ ദുരാചാരത്തിനും പുറത്താക്കലിനും തിരശ്ശീലയിട്ട് ഹൈക്കോടതി വിധി. പ്രിയപ്പെട്ടവരെ, സാധാരണയായി സത്യധ്വനി വീഡിയോകൾ ഇറക്കുന്നത് രണ്ടാഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ്. ചില സാങ്കേതിക കാരണങ്ങളാൽ കഴിഞ്ഞ വീഡിയോ ഇറക്കാൻ വീണ്ടും ഒരാഴ്ച കൂടി താമസം ഉണ്ടാവുകയും ചെയ്തു. അതും വിഷയം പാതി വഴിക്ക് നിർത്തി ബാക്കി അടുത്ത എപ്പിസോഡിൽ നിന്ന് പറഞ്ഞു വയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ വിഷയ തുടർച്ചയും സമയക്രമവും പാലിക്കാതെ മറ്റൊരു വിഷയത്തിൽ ഒരാഴ്ച പോലും എടുക്കാതെ ഒരു വീഡിയോ ഇറക്കുകയാണ് ഇപ്പോൾ ഞാൻ. സീറോ മലബാർ മെത്രാൻ സിനഡിന്റെ അംഗീകാരത്തോടെ എന്ന് പറയാവുന്ന തരത്തിൽ കോട്ടയം അതിരൂപതയിൽ നടമാടിയിരുന്ന നിർബന്ധിത ജ്ഞാനായ വംശീയ വിവാഹനിഷ്ഠയും അത് പാലിക്കാൻ കഴിയാതെ മറ്റു രൂപതകളിൽ നിന്ന് വിവാഹം കഴിക്കുന്നവരെ സമുദായത്തിൽ നിന്നും സഭയിൽ നിന്നും പുറത്താക്കുന്ന നിഷ്ഠൂര നടപടിയും വിലക്കിക്കൊണ്ട് കേരള ഹൈക്കോടതിയുടെ അതിപ്രധാനമായ ഒരു ഉത്തരവ് ഈ മാർച്ച് 23 വരികയുണ്ടായി. ഇതിലെ സന്തോഷം എല്ലാവരുമായി പങ്കുവയ്ക്കാൻ മനസ്സ് തിടുക്കപ്പെടുന്നു എന്നതാണ് പെട്ടെന്ന് തന്നെ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ കാരണമായത് എന്ന് പറയട്ടെ. വാസ്തവത്തിൽ ഈ സന്തോഷം 2021 ഏപ്രിൽ 30 എനിക്കുൾപ്പെടെ അനേകർക്ക് ഉണ്ടായതാണ്. കാരണം അന്നാണ് സഭയിൽ നിന്നുള്ള പുറത്താക്കൽ നടപടി പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടും പുറത്താക്കപ്പെട്ടവർ ആവശ്യപ്പെടുന്ന പക്ഷം അവരെ കുടുംബസമേതം കോട്ടയം രൂപതയിൽ തിരിച്ചെടുക്കണമെന്ന് ഉത്തരവിട്ടുകൊണ്ടുള്ള ചരിത്രവിധി ആദ്യം പുറപ്പെടുവിച്ചത്. കോട്ടയം അഡീഷണൽ സബ് കോടതി ജഡ്ജി ശ്രീ സുധീഷ് കുമാറിൻ്റെതായിരുന്നു ആ വിധി. കോട്ടയം രൂപതയുടെ വംശീയ നിലപാടിനും സഭയിൽ നിന്നും സമുദായത്തിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിക്കുന്ന മനുഷ്യത്വരഹിതമായ ദുരാചാരത്തിനുമെതിരെ പോരാടാൻ ഉറച്ച് 1991 രൂപീകരിക്കപ്പെട്ട ജ്ഞാനായ കത്തോലിക്ക നവീകരണ സമിതി 2015 നൽകിയിരുന്ന കേസിലാണ് ആ വിധി പ്രസ്താവം ഉണ്ടായത്. എന്നാൽ ഈ വിധിക്കെതിരെ കോട്ടയം അതിരൂപതയും അതിരൂപതാധ്യക്ഷനും കോട്ടയം അഡീഷണൽ ജില്ലാ കോടതിയിലും അവിടെയും രക്ഷ കിട്ടാതെ കേരള ഹൈക്കോടതിയിലും അപ്പീൽ പോവുകയാണ് ഉണ്ടായത്. ആ അപ്പീലാണ് ഈ മാർച്ച് 23 ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എസ് ഈശ്വരൻ തള്ളിയിരിക്കുന്നത്. 181 പേജുകളുള്ള വിധി പ്രസ്താവം തുറങ്ങുന്നത് തന്നെ ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളോ ദൈവിക നിയമങ്ങളോ ബൈബിൾ വചനങ്ങളോ കാനൂൺ നിയമത്തിലെ വകുപ്പുകളോ സ്വവംശ വിവാഹനിഷ്ഠയെ പിന്തുണയ്ക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അപ്പീൽകാരനായ കോട്ടയം അതിരൂപത ആർച്ച് ബിഷപ്പ് മൂലക്കാട്ടിനെ വംശീയ വിവേചനത്തിലെ അക്രൈസ്തവതയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ ക്രിസ്തുവിൽ സ്നാപനമേറ്റ നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമില്ല, നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ് എന്ന പൗലോസിന്റെ പ്രബോധനവും വിധി പ്രസ്താവത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. കേസിന്റെ നാനാവശങ്ങൾ പരിശോധിച്ച് വിശകലനം ചെയ്തതിനു ശേഷം എൻഡോഗാമി എന്ന ആചാരം ഒരു അവശ്യ മതതത്വത്തിന്റെ സ്വഭാവം കൈവരിക്കുന്നുണ്ട് എന്ന് സ്ഥാപിക്കുന്നതിൽ അപ്പീൽ നൽകിയവർ വ്യക്തമായും പരാജയപ്പെട്ടു എന്നും വ്യക്തികൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം എൻഡോഗമസ് മുൻഗണനകൾ പാലിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും അത്തരം ആചാരത്തിന്റെ സ്ഥാപനപരമായ അംഗീകാരം, നിയന്ത്രണം അല്ലെങ്കിൽ പ്രോത്സാഹനം എന്നിവയെ വ്യവസ്ഥാപിതമാക്കുന്ന ഏതൊരു ഫോർമുലേഷനും നിയമത്തിൽ അനുവദനീയമല്ല എന്നും വിവാഹ കാര്യത്തിൽ വ്യക്തിയുടെ സ്വയംഭരണം സമ്പൂർണ്ണമാണ്, സഭാപരമായ കടന്നുകയറ്റം അംഗീകരിക്കാനാവില്ല, മതപരമായ സ്വയംഭരണാവകാശം എന്ന വാദത്തെ ഒരു വ്യക്തിയെ മതഭ്രഷ്ടനാക്കുന്നതിലേക്ക് വരെ നയിക്കുന്ന ഇടപെടലാക്കിക്കൂടാ, ഭരണഘടനാപരമായി ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യങ്ങളെ ലംഘിക്കുന്നതിനുള്ള ലൈസൻസായി മതങ്ങളുടെ സ്വയംഭരണാവകാശത്തെ മാറ്റാൻ കഴിയില്ല എന്നും സ്വവംശ വിവാഹനിഷ്ഠ പാലിക്കാത്തതിന്റെ പേരിൽ വിവാഹ ചടങ്ങുകളും കൂതാശകളും നിഷേധിക്കപ്പെടുന്നുണ്ട് എന്ന കണ്ടെത്തലുകൾ ഭരണഘടനാപരമായി ഉറപ്പിച്ചിരിക്കുന്ന ധാർമ്മികത, വ്യക്തിഗത സ്വയംഭരണം, സർവരിലുമുള്ള സമത്വം എന്നീ അടിസ്ഥാന മൂല്യങ്ങളിൽ കോടതി ഉറച്ചു നിൽക്കുന്നതിനാൽ കോടതിക്ക് അവഗണിക്കാനാവില്ല എന്നും ഒപ്പം പ്രസക്തമായ മറ്റ് പല കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് ആയതിനാൽ കീഴ്ക്കോടതികൾ രേഖപ്പെടുത്തിയ കണ്ടെത്തലുകളിൽ ഇടപെടാൻ ആവശ്യമായ വസ്തുതാപരമോ നിയമപരമോ ആയ ഒരു ബലഹീനതയും ഈ കോടതി കാണുന്നില്ല. തൽഫലമായി അപ്പീലുകളിൽ മെറിറ്റോ കഴമ്പോ ഇല്ലാത്തതിനാൽ അവ പരാജയപ്പെടുകയും അതനുസരിച്ച് ചെലവ് സഹിതം തള്ളുകയും ചെയ്ത് ഉത്തരവിടുന്നു എന്ന് വിധി പ്രഖ്യാപിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഈശ്വരൻ. ഭാവിയിൽ സമാനമായ കേസുകളുമായി കോടതിയെ സമീപിക്കാതിരിക്കാനുള്ള വിവേകം ഈ അപ്പീൽ നൽകിയവർക്ക് ഉണ്ടാകട്ടെ എന്ന് ഈ കോടതി ആത്മാർത്ഥമായി ആശംസിക്കുന്നു എന്നുകൂടി ജസ്റ്റിസ് ഈശ്വരൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇതിൽ. പക്ഷേ അടുത്ത അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിക്കാൻ തകൃതിയായി ഒരുങ്ങുകയാണ് കോട്ടയം രൂപത എന്നാണ് കേൾക്കുന്നത്. കോട്ടയം കീഴ്ക്കോടതികളുടെ വിധി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ അപ്പീലിൽ ഹൈക്കോടതി ഒരു കണ്ടീഷണൽ സ്റ്റേ അനുവദിച്ചിരുന്നു.
അപ്പീലിൽ വിധി വരുന്നതുവരെ എൻഡോഗമസ് അല്ലാത്ത വിവാഹ ആവശ്യമായി വരുന്നവരുടെ വിവാഹങ്ങളും തടസ്സം കൂടാതെ നടത്തിക്കൊടുക്കണം എന്നതായിരുന്നു അത്. അതിൻ പ്രകാരം കോട്ടയം രൂപതയിൽപ്പെട്ട കാസർഗോഡ് കൊട്ടോടി ഇടവകയിലെ ജസ്റ്റിൻ ജോൺ, തലശ്ശേരി രൂപതയിൽപ്പെട്ട കൊട്ടോടി ഇടവകാംഗമായ വിജിമോളെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ആവശ്യമായ കുറി നൽകി വിവാഹം നടത്തിത്തരണമെന്ന് കോട്ടയം രൂപതാ ബിഷപ്പിന് അപേക്ഷ നൽകുകയും ചെയ്തു. മറുപടി കിട്ടാഞ്ഞതിനാൽ ജസ്റ്റിൻ ജോൺ ബിഷപ്പിനെ നേരിട്ട് വിളിച്ചപ്പോൾ വധു ജ്ഞാനായക്കാരി അല്ലാത്തതിനാൽ വിവാഹം നടത്തിത്തരാനാവില്ലെന്ന് ബിഷപ്പ് ജസ്റ്റിനോട് പറയുന്നുണ്ട്. അവിടെ തുടങ്ങിയ കോടതിയെ ലക്ഷ്യം നിരവധി കപട നാടകങ്ങൾക്ക് ശേഷം കല്യാണക്കുറി കൊടുക്കാതെ 2023 മെയ് 18 നടത്താനിരുന്ന വിവാഹം 500-ലേറെ ക്ഷണിതാക്കൾക്ക് മുമ്പിൽ വെച്ച് മുടക്കി പൂർത്തീകരിക്കുകയാണ് കൊട്ടോടി ഇടവക വികാരി ഫാദർ സിജോയും കോട്ടയം രൂപതാധ്യക്ഷനും കൂടി ചെയ്തത്. അന്ന് ചാനൽ 24 വന്ന വാർത്തയുടെ ചില ഭാഗങ്ങൾ കാണുക. അതിൽ പോസിറ്റീവായി അതിൽ അനുമതി നൽകാം എന്ന തീരുമാനത്തിൽ എത്തുകയും ചെയ്തിരുന്നു. അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തതാണ്. അതിനുശേഷം ആദ്യമായി നിശ്ചയിക്കപ്പെട്ട കല്യാണമാണ് ഈ കാസർഗോഡ് മലയോര മേഖലയായിട്ടുള്ള കൊട്ടോടിയിൽ നടക്കാൻ വേണ്ടി നിശ്ചയിച്ചത്. അതിന്റെ മറ്റ് കല്യാണത്തിന്റെ ഒരുക്കങ്ങളെല്ലാം നേരത്തെ തന്നെ പൂർത്തിയായതാണ്. എന്നാൽ ഇപ്പോൾ അവസാന ഘട്ടം ഈ പള്ളി, അതായത് നിലവിൽ ഇവിടുത്തെ കൊട്ടോടിയിലെ പള്ളി ഇതിൽ നിന്നും അനുമതി നൽകില്ല എന്നതാണ് അവസാന ഘട്ടമായി അറിയിച്ചത്. അതായത് കല്യാണക്കുറി എന്ന് പറയുന്ന കുറി നൽകാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഇപ്പോൾ നിലവിലുള്ള പരാതി. ഒരു സെക്കൻഡ് അരുൺ, അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്, അതിലേക്ക് സന്ദർഭങ്ങളില് ഇതുപോലെ ഒരുങ്ങിയുള്ള ആളുകളെ മാനസികമായിട്ട് തകർത്ത് മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ട് ഈ അവധിയിൽ നിന്നും പിന്മാറ്റുകയാണ് ഇതുവരെ ഇവർ സ്വീകരിച്ചുകൊണ്ടിരുന്ന നയം എന്ന് പറയുന്നത്. എന്നാൽ അതിന് വിരുദ്ധമായിട്ട് ധൈര്യപൂർവ്വം ജസ്റ്റിൻ നിലകൊള്ളുകയാണ്. ഞാൻ ഈ ഇടവക അംഗത്വം ഞാൻ ഉപേക്ഷിക്കുന്നില്ല, ഈ ഇടവക അംഗമായി നിന്നുകൊണ്ട് തന്നെ ഞാൻ എന്റെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമെന്ന് പറയുന്നു. നിയമങ്ങൾ മനുഷ്യന് വേണ്ടിയായിരിക്കണം എന്നാണ് യേശു പറഞ്ഞതെങ്കിൽ മനുഷ്യൻ സഭാ നിയമങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം എന്നാണ് കോട്ടയം രൂപതയുടെ നിലപാട് എന്നിവിടെ തെളിയുകയായിരുന്നു. വികാരിയെയും ബിഷപ്പിനെയും പ്രതി ചേർത്ത് ജസ്റ്റിൻ ജോൺ നൽകിയ കോടതിയലക്ഷ്യ കേസിൽ ബിഷപ്പും വികാരിയും സത്യവാങ്മൂലം എന്ന പേരിൽ നൽകിയ കള്ളവാങ്മൂലങ്ങൾ വിശേഷാൽ പഠനം അറിയിക്കുന്നവയാണ്. ബിഷപ്പും വികാരിയും കോടതി മുന്നോട്ട് വെച്ചിരുന്ന വ്യവസ്ഥ പാലിച്ചില്ല എന്നത് ഈ കേസിൽ വളരെ വ്യക്തമായിരുന്നതിനാലാകാം. അതുമല്ലെങ്കിൽ വിചാരണ കേൾക്കാൻ പോയാൽ അവരിരുവരെയും ശിക്ഷിക്കേണ്ടി വരുമെന്നത് ഉറപ്പായിരുന്നതിനാലാകാം ഈ കേസിൽ വാദം കേൾക്കാൻ തയ്യാറാകാതെ പിന്മാറിയത് ഒന്നോ രണ്ടോ ജഡ്ജിമാരല്ല, മുഖം നോക്കാതെയും ഭീതി കൂടാതെയും നീതി നടപ്പാക്കിക്കൊള്ളാമെന്ന് പ്രതിജ്ഞയെടുത്ത 7 ജഡ്ജിമാരാണ് എന്നോർക്കുക. അവസാനം വാദം കേട്ട ജഡ്ജിയാകട്ടെ ഒരിടത്തും ചെലവാകാത്ത ഒരു NOC കോട്ടയം രൂപതാധികാരികളിൽ നിന്ന് വാങ്ങിക്കൊടുത്ത് കേസ് അവസാനിപ്പിച്ചതായി വരുത്തി തീർക്കുകയും ചെയ്തു. അങ്ങനെ ശ്രീ ജസ്റ്റിൻ ജോണും വധുവും വീണ്ടും വഞ്ചിക്കപ്പെട്ടു. ഈ കഥ ഇടയ്ക്ക് പറഞ്ഞത് ശ്രീ ജസ്റ്റിൻ ജോണും ഈ പോരാട്ട കഥയിലെ ഒരു മുഖ്യ കഥാപാത്രമാണ് എന്നതുകൊണ്ടാണ്. വഞ്ചിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ AI പെറ്റീഷനും മെയിൻ കേസുമായി ഹൈക്കോടതിയിൽ ലിങ്ക് ചെയ്യപ്പെട്ടിരുന്നു. തീർച്ചയായും ജസ്റ്റിസ് S ഈശ്വരന്റെ മുമ്പിൽ വളരെ പ്രകടമായ ഒരു തെളിവായി ശ്രീ ജസ്റ്റിൻ ജോണിന്റെ കേസ് തെളിഞ്ഞു നിന്നിട്ടുണ്ടാവണം. എന്നാൽ ഈ കേസുകളുടെയും ഇപ്പോൾ ലഭിച്ച ഈ കോടതി ഉത്തരവിന്റെയും പിന്നിലെ മുഖ്യ കഥാനായകൻ ബിജു ഉതുപ്പ് ഉറവണക്കുളം എന്ന മാന്യദേഹമാണ്. 1989 അദ്ദേഹത്തിന് കല്യാണക്കുറി നിഷേധിക്കപ്പെട്ട അക്കാലത്ത് തുടങ്ങിയതാണ് കോട്ടയം രൂപത അനുവർത്തിച്ചു പോന്ന വംശീയ അനാചാരത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ നിയമ പോരാട്ടം. അദ്ദേഹത്തിന്റെ പിതാവ് ഉതുപ്പ് സാർ ഉറവണക്കുളം അധ്യക്ഷനായി തുടക്കം കുറിച്ച ജ്ഞാനായ കത്തോലിക്ക നവീകരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നിയമ നടപടികൾ ആരംഭിച്ചിട്ട് ഇപ്പോൾ 37 വർഷമായിരിക്കുന്നു. അപ്പീലുകൾക്ക് മേൽ അപ്പീലുകൾ കൊടുത്ത് കോട്ടയം രൂപതാധികാരികൾ സുപ്രീം കോടതി വരെ എത്തിച്ച് അവിടെ നിന്ന് ഹൈക്കോടതിയിലേക്ക് മടക്കിയ അദ്ദേഹത്തിന്റെ കേസും ഉൾപ്പെടെ കേട്ടാണ് ജസ്റ്റിസ് ഈശ്വരൻ വിധി പ്രഖ്യാപിച്ചത്. 2015 സമുദായത്തിന് വേണ്ടിയുള്ള പൊതുവായ കേസ് KCNS ഭാരവാഹികളായ ടിഒ ജോസഫ് തോട്ടിങ്കൽ, ലൂക്കോസ് മാത്യു കുന്നുംപുറത്ത്, CK പുന്നൻ ചെറിയിൽ എന്നിവർ കൊടുക്കുന്നത്. അമേരിക്കയിലെ ജ്ഞാനായ അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്ക എന്ന സംഘടനയുടെ പിന്തുണയും സാന്നിധ്യവും ഈ കേസുകൾക്കെല്ലാം പിന്നിലുണ്ടായിരുന്നു. ഇതിൽ പ്രധാന കേസ് നയിച്ചത് സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജോർജ് തോമസ് ആയിരുന്നു. ഹൈക്കോടതി അതിരൂപതയുടെ അപ്പീൽ തള്ളിയതോടെ നിയമപരമായി എല്ലാം ശുഭമായി പര്യവസാനിച്ചു എന്ന് കരുതാം. ഇനിയും സുപ്രീം കോടതിയിൽ പോയി കൂടുതൽ നാണം കെടാതിരിക്കാനുള്ള വിവേകം കോട്ടയം അതിരൂപത അധികാരികൾ കാണിക്കും എന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. അങ്ങനെ 5 വർഷത്തിന് ശേഷമാണെങ്കിലും 2021 വിധിക്ക് വീണ്ടും ജീവൻ വെച്ചിരിക്കുന്നു. അതിൽ പ്രധാനമായി പറഞ്ഞിരുന്ന 4 കാര്യങ്ങളും ഇനി പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ കഴിയും.
2021 ഏപ്രിൽ 30 വിധിപ്പകർപ്പിൽ കൊടുത്തിരിക്കുന്ന അന്തിമ വിധി പ്രസ്താവത്തിലെ ഏറ്റവും പ്രസക്തമായ ആ 4 കാര്യങ്ങൾ ഇവയായിരുന്നു. കോട്ടയം അതിരൂപതയിലെ ഒരംഗം മറ്റേതെങ്കിലും കത്തോലിക്ക രൂപതയിലെ ഒരംഗവുമായി വിവാഹമെന്ന കുദാശയാൽ ബന്ധപ്പെടുന്നത് വഴി 2ാം പ്രതിസ്ഥാനത്തുള്ള കോട്ടയം അതിരൂപതയിലെ അംഗത്വം അവൾക്ക് നഷ്ടപ്പെടുന്നില്ല എന്ന് ഇതിനാൽ പ്രഖ്യാപിക്കുന്നു. 2. മറ്റൊരു കത്തോലിക്ക രൂപതയിലെ ഒരംഗത്തെ കോട്ടയം രൂപതയിലെ ഒരാൾ വിവാഹം ചെയ്യുന്നതിന്റെ പേരിൽ രൂപതയിലെ അയാളുടെ അംഗത്വം നിഷേധിക്കുന്നതിൽ നിന്ന് 1ാം പ്രതിസ്ഥാനത്തുള്ള കോട്ടയം അതിരൂപത ബിഷപ്പിനെയും 3ാം പ്രതിസ്ഥാനത്തുള്ള സീറോ മലബാർ ആർച്ച് ബിഷപ്പിനെയും ശാശ്വതമായ ഒരു നിരോധനാജ്ഞയിലൂടെ വിലക്കി ഉത്തരവിടുന്നു. മറ്റു രൂപതകളിലുള്ള കത്തോലിക്കരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്ന കോട്ടയം രൂപതാംഗങ്ങളുടെ വിവാഹങ്ങൾ ഇടവക വൈദികർക്ക് വഴി തുല്യമായ അവകാശങ്ങളോടും സൗകര്യങ്ങളോടും കൂടി നടത്തിക്കൊടുക്കണമെന്ന് 1ാം പ്രതിസ്ഥാനത്തുള്ള കോട്ടയം അതിരൂപത ആർച്ച് ബിഷപ്പിനോടും 3ാം പ്രതിസ്ഥാനത്തുള്ള സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പിനോടും ഈ നിയമാനുസൃത വിധി പ്രസ്താവത്തിലൂടെ ഉത്തരവിടുന്നു. 4. മറ്റ് കത്തോലിക്കരെ വിവാഹം ചെയ്തതിന്റെ പേരിൽ 1ഉം 2ഉം പ്രതിസ്ഥാനത്തുള്ളവർ അംഗത്വം റദ്ദാക്കിയവരെ അവരിൽ നിന്ന് ഉചിതമായ അപേക്ഷകൾ ലഭിക്കുമ്പോൾ മറ്റു വിധത്തിൽ അയോഗ്യതകളൊന്നുമില്ലെങ്കിൽ അവരുടെ ഭാര്യമാർക്കും കുട്ടികൾക്കുമൊപ്പം രൂപത അംഗത്വത്തിലേക്ക് പുനഃപ്രവേശിപ്പിക്കണമെന്ന് 1ാം പ്രതിസ്ഥാനത്തുള്ള കോട്ടയം അതിരൂപത ആർച്ച് ബിഷപ്പിനോടും 2ാം പ്രതിസ്ഥാനത്തുള്ള കോട്ടയം അതിരൂപതയോടും ഈ നിയമാനുസൃതമായ വിധി പ്രസ്താവനത്തിലൂടെ ഉത്തരവിടുന്നു. ഈ 4 കാര്യങ്ങളും നടത്തിയെടുത്ത് എത്രയും വേഗം കോടതി വിധി പ്രാബല്യത്തിലാക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വമാണ് ബന്ധപ്പെട്ട എല്ലാവരും കൈകോർത്ത് നിന്ന് ഇനി നിർവഹിക്കേണ്ടത് എന്ന് ഇവിടെ അഭിപ്രായപ്പെടുകയാണ്. അവരെല്ലാം ദീർഘകാലം ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു വിധി വന്നിരിക്കുന്ന സ്ഥിതിക്ക് അത് നടപ്പാക്കിയെടുക്കുന്നതിലും അവരെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നു. ഇതിൽ ആദ്യം വേണ്ടത് ശ്രീ ജസ്റ്റിൻ ജോണിന്റെയും ബിജിമോളുടെയും സഭാപരമായ വിവാഹം ജസ്റ്റിന്റെ ഇടവക പള്ളിയിൽ വെച്ച് തന്നെ നടത്തുക എന്നതാണ്. ഇപ്പോഴത്തെ വിധിക്കെതിരെ കോട്ടയം രൂപത ഒരു സ്റ്റേ ഓർഡർ സമ്പാദിക്കാൻ ഇടവരുന്നതിന് മുമ്പേ അത് നടത്തിയെടുക്കണമെങ്കിൽ സംഘടനാപരമായ പിൻബലത്തോടെ അടിയന്തരമായി നീങ്ങേണ്ടതുണ്ട്. അതിൽ വിജയിച്ചാൽ കോട്ടയം രൂപത സുപ്രീം കോടതിയിൽ അപ്പീലുമായി പോകാനുള്ള സാധ്യത തന്നെ മങ്ങിപ്പോകാൻ ഇടയുണ്ട് എന്നോർക്കുക. പ്രിയപ്പെട്ടവരെ, കോട്ടയം രൂപതയിലെ 10,000-കണക്കിന് വിശ്വാസികളെ തങ്ങൾ ജനിച്ചു വളർന്ന ഇടവക സമൂഹത്തിൽ നിന്നും രൂപതാ സമൂഹത്തിൽ നിന്നും അങ്ങനെ സ്വന്തം സമുദായത്തിൽ നിന്നും പറിച്ചെറിഞ്ഞും സ്വന്തം വീട്ടിൽ തന്നെ 2ാം തരക്കാരാക്കിയും നിലനിന്നിരുന്ന അതിക്രൂരമായ ഒരു വംശീയ ദുരാചാരത്തിൽ നിന്നും അതിന്റെ പാപഭാരത്തിൽ നിന്നും കോട്ടയം രൂപതാ സമൂഹത്തെ ആകെ വിമോചിപ്പിക്കുന്ന അതിപ്രധാനമായ ഒരു കോടതി ഇടപെടലാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് എന്ന് നാം എല്ലാം തിരിച്ചറിയേണ്ടതുണ്ട്. സതി നിരോധിച്ചപ്പോൾ അതിനെതിരെ സ്ത്രീകൾ തന്നെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിരുന്നു എന്നോർക്കുക. ഈ വിധിക്കെതിരെയും കടുത്ത യാഥാസ്ഥിതിക ശക്തികൾ അപ്രകാരം പ്രതികരിച്ചേക്കാം. അവരുടെ അയുക്തികമായ വേദന കാലം ശമിപ്പിച്ചുകൊള്ളും എന്ന് കരുതാം. സുഹൃത്തുക്കളെ, ഞാൻ നിർത്തുകയാണ്. വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ചു, സാമ്പത്തിക ഭാരം വഹിച്ചു, നിർബന്ധിത വംശീയ വിവാഹനിഷ്ഠയ്ക്കും സഭാഭക്ഷണത്തിനുമെതിരെ നിയമ പോരാട്ടം നടത്തി നീതിയെ വിജയത്തിലെത്തിച്ച KCNS, കാന എന്നീ പ്രസ്ഥാനങ്ങൾക്കും ശ്രീ ബിജു ഉതുപ്പ്, ശ്രീ ജസ്റ്റിൻ ജോൺ എന്നീ ധീര പോരാളികൾക്കും ഇവരെയെല്ലാം പിന്തുണച്ച ആയിരക്കണക്കിന് പ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും ആഹ്ലാദത്തോടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കട്ടെ. എല്ലാവർക്കും നന്ദി.